ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോ രണ്ട് സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ടാങ്കിൻ്റെ അപ്ഡേറ്റ് ആണ് വേണത്. രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ കമൻസ്, നമ്മളെ ചാനലിൽ മൊത്തത്തിൽ വന്ന കുറച്ച് കമൻസിനുള്ള റിപ്ലൈയും കൂടെയാണ് ഈ വീഡിയോ. അപ്പം വീഡിയോയിലോട്ട് പോവാം. ആദ്യം ടാങ്ക്. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ആൽഗയെ ക്ലീൻ ചെയ്യാതെ ഉള്ള ആൽഗി ഗ്രോത്താണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കുറവുണ്ട്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മൾ ടാങ്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മുമ്പിലോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമുക്കിനി ഇതിൽ ആൽഗി ക്ലീൻ ചെയ്യണം. ആൽഗി ക്ലീൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഇതാണ് ആൽഗി ക്ലീൻ ചെയ്തിട്ടുള്ള അക്യൂറത്തിൻ്റെ കണ്ടീഷൻ. കണ്ടില്ലേ, നമ്മളിത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഗ്ലാസ്സിൽ ആൽഗി മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. അതാ ഇളകി കിടക്കുന്ന പ്ലാന്റ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് കാണിച്ചു തരാനുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് ആൽഗയാണ്. ഇത് ഒയിഡോഗോണിയം എന്ന് പറയുന്ന ഒരിനം ആൽഗയാണ്. ഇത് നിങ്ങൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിന്റെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ഇതിന്റെ ഗ്രോത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിയില്ലേ ഇതിന്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. അതായത് ഇതിലും ചെറിയ രീതിയിൽ ഒയിഡോഗോണിയത്തിനെ കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു തൈകൾ. ഇനി ഈ കാണുന്നതാണ് ഹെയർ ആൽഗ. ഇതിന്റെ പോപ്പുലേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഗ്രോത്ത് റേറ്റ് ഭയങ്കര വ്യത്യാസമാണ്. എന്താ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഫുള്ളും പടർന്നു കിടന്ന സംഭവമാണ്. ഇപ്പം ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അക്യൂറേറ്റിന്റെ ഒരു അവസ്ഥ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ ഇതിപ്പം ഏകദേശം ബാലൻസ്ഡ് ആണ്. ടാങ്കിന്റെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത് കമന്റ്സിലോട്ട് പോവാം. ആദ്യത്തെ കമന്റ്, പ്ലാനഡ് അക്യൂറിയത്തിന് നല്ല LED ലൈറ്റ് പറയാവോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം പ്ലാനഡ് അക്യൂറിയത്തിന് നമ്മൾ ലൈറ്റ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം അതിൻ്റെ ലെങ്ത്, അതിൻ്റെ ഹൈറ്റ് നോക്കണം. പിന്നെ അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ്, ഇപ്പം കുറച്ച് ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റാണ് ചില പ്ലാന്റ്സിന് ആവശ്യം. അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ്. ഇപ്പം ക്രിപ്റ്റോഗർണിയെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ലൈറ്റ് കുറച്ച് മതി. ഇതിൽ ജാവ ഫേണിന് ലൈറ്റ് കുറച്ച് മതി. സോ ഞാൻ ലോ ലൈറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്യണത്. ചില പ്ലാന്റ്സിന് മോഡറേറ്റ് ലൈറ്റ് ആയിരിക്കും വേണ്ടത്. അപ്പം അതിനനുസരിച്ചുള്ള ലൈറ്റ് വേണം. ഇപ്പം ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പം അത് ഏതാണോ അതിനകത്ത് ഉപയോഗിക്കുന്നത് അതനുസരിച്ചൊക്കെയാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്. അപ്പം അതങ്ങനെ പറയാൻ പറ്റില്ല. ബ്രാൻഡാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ AD എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡുണ്ട്, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, കൊള്ളാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ കുത്തിപ്പൊളിക്കാം. അടുത്ത കമൻറ്റ്, ഓൾസ്റ്റെറ്റ് മെത്തേഡ് അല്ലേ ബ്രോ? ഇത് ഓൾസ്റ്റെറ്റ് മെത്തേഡ് അല്ല ബ്രോ. ഓൾസ്റ്റെറ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ ചെറിയ രീതിയിൽ, അതായത് ലൈക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. സംഭവം നമ്മൾ പ്ലാന്റഡ് അക്വേറിയം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വ സോയിൽ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നു, വെള്ളം ആഡ് ചെയ്യുന്നു, ഫിഷസിനെ ആഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും കൊടുക്കും അല്ലേ. അപ്പം ഈ ഒരു സംഭവത്തിൽ നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. നമ്മൾ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സബ്സ്ട്രാറ്റ് എടുക്കും. ഇപ്പം സോയിലോ നമ്മളെ മണ്ണോ അങ്ങനെ വളക്കൂറുള്ള ഒരു സാധനം എടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യുന്നു, വെള്ളം ആഡ് ചെയ്യുന്നു, ഫിഷസിനെ വളർത്തുന്നു. എന്നിട്ട് അതുവഴി നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് ഒരു ലൂപ്പാക്കി എടുക്കും. അതായത് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സബ്സ്റ്റെയിനബിൾ അക്വേറിയം ആണ് ഇത്. ഈ സെൽഫ് സബ്സ്റ്റെയിനബിൾ അക്വേറിയം അച്ചീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വോൾസ്റ്റെറ്റ് മെത്തേഡ്. പക്ഷേ ഈ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ മെത്തേഡിലല്ല. ഈ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനമാണ്. അപ്പം ഇതിലെ പ്രധാന വ്യത്യാസം പറഞ്ഞുതരാം. ഈ അക്വേറിയത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്സ്ട്രാക്റ്റ് ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സബ്സ്ട്രാക്റ്റ് മാത്രമല്ല, നമ്മളിതൊരു ബയോമാസ് ആണ്. ഇത് ഇപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇതിലിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പോണ്ടിൻ്റെ റെപ്ലിക്കയാണ്. അപ്പം നമ്മളൊരു പോണ്ടിൻ്റെ അടിയിലുള്ള ചെളി കളക്ട് ചെയ്തിട്ട് ആ ചെളിയാണ് ഇതിലെ സബ്സ്ട്രാക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ ഒരു 3 ലെയർ സാൻഡും ഉണ്ട്. ഈ ചെളി എന്തുകൊണ്ട് ബയോമാസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സബ്സ്ട്രാക്റ്റ് മാത്രമല്ല, അതിൽ ഇഷ്ടംപോലെ ഓർഗാനിസം ഉണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ആദ്യത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും എർത്ത് വേം, പ്ലനേറിയ, പിന്നെ ഹൈഡ്ര, ഇതുപോലെയുള്ള കുറേ ഓർഗാനിസംസിനെ ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യമേ പ്ലാന്റ്സിനെ ഒന്നും സെറ്റ് ചെയ്യില്ല. നമ്മൾ കുറച്ച് ഈ വെള്ളം മാത്രം ആഡ് ചെയ്ത്, ഈ സോയിലും വെള്ളവും മാത്രമായിട്ട് നമ്മൾ ഇട്ടയ്ക്കും. അതുവഴി നമ്മൾ ഈ ഓർഗാനിസംസ് നമ്മൾ ഈ കളക്ട് ചെയ്ത മഡിലുള്ള ഓർഗാനിസംസിന്റെ പോപ്പുലേഷൻ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അതിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പ്രഡേറ്റേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുവഴിയാണ് ഈ സാധനം ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ലേഡാണ്. ഇത് എൻ്റെ മെത്തേഡാണ്. മേ ബി ഗൾസ് മെത്തേഡ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും.
ഇതതല്ല. ഇനി ഇതാണ് കറക്റ്റ് മെത്തേഡ് എന്നൊന്നും ഞാൻ പറയണില്ല. രണ്ടിലും നമുക്ക് ഈ സാധനം എത്താൻ പറ്റും. കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ സെൽഫ് സസ്റ്റൈനബിൾ എക്കോളജിക്കൽ അക്വേറിയം എന്ന് പറയുന്നത് ഒരു അക്വേറിയം എന്നുള്ളതിനപ്പുറത്ത് അതൊരു ഫിലോസഫിയാണ്. എന്തുവാണ് ഒരു ലൂപ്പ് പോലെയാണ് ഒരു അക്വേറിയം. അതിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും അത് തന്നെ പരിഹരിക്കും. സെയിം സംഭവം നമ്മളെ പ്രകൃതി. അത് തന്നെയാണ് സാധനം. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതുപോലെ തന്നെയാണ് നമ്മളെ പ്രകൃതിയും. അതിലൊന്ന് ഒരു ജീവിയെ എടുത്തു മാറ്റിയാൽ അത് ബാധിക്കുന്നത് ഒരാളെ അല്ല, ഒരുപാട് ജീവികളായിരിക്കും. ചിലപ്പം ഭൂമിയെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവമാണിത്. ഇനി നമുക്ക് അടുത്ത കമന്റിലോട്ട് പോവാം. ഓ ചാടി ചാടി നിൽക്ക്. അടുത്ത വീഡിയോ ആയിട്ട് പോവാം. നമുക്ക് ചാടുന്നൊരു വീഡിയോ സെറ്റ് ചെയ്യാം. നിനക്ക് വേണ്ടി സെറ്റ് ചെയ്യും. ഗ്രീൻ പാൻ്റ് ഇട്ട ചേട്ടൻ കൊള്ളാം. എടാ പച്ച പാൻ്റ് ഇട്ട പോലെ നിനക്ക് ഏതോ ഫാറ്റ് ഗേൾ ഉണ്ടെന്നോട്. ഓക്കെ, ഞാൻ മറ്റടുത്ത് പറഞ്ഞേക്കാം. അല്ല അവൻ കാണുമല്ലോ ഇത്. നൈസ് വീഡിയോ, മോ വീഡിയോസ്. ഓക്കെ, യെല്ലോ ഷർട്ട് ഇട്ട പയ്യൻ കൊള്ളാം. എനിക്കതൊന്നും പറയാനില്ല. ഇത് കുറച്ച് ക്രേഫിഷ് ആഡ് ആക്കിയാലോ? പിന്നെ എല്ലാം ഇതിനേക്കാൾ പ്രഡിക്റ്റഡ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ സംഭവം നമ്മൾ സെൽഫ് സസ്റ്റൈനബിൾ എക്കോളജിക്കൽ അക്വേറിയത്തിൽ നമ്മളെല്ലാം കാൽക്കുലേറ്റഡ് ആണല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കാൽക്കുലേറ്റഡ് അല്ലാത്തത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സജഷൻസ് പറയാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് വന്നതാണ് ക്രേഫിഷ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യാൻ പറ്റൂല. എങ്കിൽ ഇത് ഫുള്ള് നശിക്കും. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത ആളുകളുണ്ട് കേട്ടോ. ഒരാൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഫുള്ള് അക്വേറിയം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഷ്രിമ്പ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നൈറ്റ് അവൻ സമാധാനം ഇല്ലാതെ അവൻ പോയി ഷ്രിമ്പൊക്കെ എടുത്തിട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ക്രാഫിഷ് ആണ്. അത് നമ്മുടെ ലോബ്സ്റ്റർ ആണ്. അപ്പം ഈ സാധനത്തിന് ഞാൻ അപ്പം തന്നെ പറയണടാ, ഇത് ഇടരുത്, ഇതിട്ട് കഴിഞ്ഞാൽ ഇത് ചെടിയെല്ലാം കട്ട് ചെയ്ത് കളയും. അവൻ ഇല്ല, അക്വേറിയത്തിലെ മാമൻ പറഞ്ഞു അത് ഇടാൻ പറ്റുമെന്ന്. പിന്നെ കൊണ്ടിടത്താൻ തിരിച്ച് ഇട്ടു. രാവിലെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ആമസോൺ കാട് പോലെ ഇരുന്ന അവൻ്റെ അക്വേറിയം സഹാറ മരുഭൂമി പോലെ ആക്കി കൊടുത്തവർ. ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് തോന്നുന്നു 6 പേര് കൂടെ രാത്രി ഫുള്ള് പണിയെടുത്താണ്. അപ്പം സംഭവം വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ അക്വേറിയങ്ങളിൽ ഇതേപോലത്തെ കുറച്ച് മിസ്റ്റേക്സ് ചെയ്യാനുണ്ട്. അതായത് ചിലപ്പോൾ അവർ പറ്റിക്കാൻ വേണ്ടി ചെയ്യണമായിരിക്കും, ചിലപ്പോൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. ഈ ഒരു സംഭവം ഞാൻ ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമുക്ക് അതൊരു വീഡിയോ ചെയ്യാം. നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വീഡിയോ ചെയ്യാം. അസോള ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അസോള എന്ന് പറഞ്ഞ് ഡക്ക് ഫീഡ് കൊടുക്കുന്നത്, അതേപോലെ കരിമീൻ എന്ന് പറഞ്ഞ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ കൊടുക്കണതൊക്കെ എനിക്ക് അനുഭവമുള്ള സാധനമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ. പോലെ അടുത്ത് പറയാൻ ഇനി കമന്റ് ഇല്ല ഗൈസ്. കമന്റ് തീർന്നു, ഇത്ര കമന്റേ ഉള്ളൂ. അപ്പം എല്ലാവരും പോയിക്കൂടെ തുറന്ന് ഞാനും പോണു. ബൈ ബൈ. എൻ്റെ മുനി ഒളിച്ചിരിക്കുവാണോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഗുഡ് നൈറ്റ്.